നമ്മുടെയൊക്കെ വീട്ടിലുണ്ടല്ലോ ഈ പല്ലിയുടെ ശല്യം പാറ്റയുടെ ശല്യമൊക്കെ ഉണ്ടാവത്തില്ലേ? പ്രത്യേകിച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ വീടിൻ്റെയൊക്കെ ഭിത്തികളിൽ കൂടെയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പല്ലി ശല്യം ഉണ്ടാവും. അത് മാത്രമല്ലാണ്ട് അടുക്കളയുടെയൊക്കെ ഈ തിണ്ണേക്കൂടെയൊക്കെ ഇങ്ങനെ രാത്രി പാറ്റയും പല്ലിയും അതുപോലെ കുഞ്ഞു കുഞ്ഞി നമ്മൾ ടേബിളിൻ്റെ മുകളിലൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ ഈച്ചകളൊക്കെ വന്ന് ഇരിക്കാറുണ്ടല്ലേ? അപ്പം ഇത് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വീട്ടിലുണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ അടുക്കളയുടെ തിണ്ണയിലും അതുപോലെ അടുപ്പിൻ്റെയൊക്കെ ചുവട്ടിലും അതുപോലെ ടേബിളിലൊക്കെ ഇതുപോലെ ജസ്റ്റ് ഈ വെള്ളം തെളിച്ചിട്ടൊന്ന് തുടച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ വെള്ളം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വെള്ളം നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഈ ടേബിളിൻ്റെ മുകളിലാണെങ്കിലും നമ്മൾ അടുക്കളയിൽ അതുപോലെ ഈ തിണ്ണേക്കൂടെയൊക്കെ ഇങ്ങനെ വരുന്നത് ക്ലാവ് മണമൊക്കെ ഉണ്ടാവില്ല. നമ്മൾ ഇറച്ചി മീനൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് അതാണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ടാണെങ്കിലും എണ്ണയൊക്കെ തെറിച്ച് കഴിയുമ്പോൾ ഒരു ക്ലാവ് മണം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് നല്ല കേട്ടോ, സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാവുന്നുള്ളേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു 1-2 ചുള വെളുത്തുള്ളി എടുക്കാം കേട്ടോ. നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ബാത്റൂമിലൊക്കെ വെക്കുന്നതെങ്കിൽ ബാത്റൂമിൽ പല്ലിയേക്കും ഈ ഒരു മണം അടിച്ചിട്ട് വരത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 ചുള വെളുത്തുള്ളി എടുക്കാം കേട്ടോ. 2 ചുളയിൽ 2 അല്ലി ഇത് ഇതുപോലെ എടുത്തിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇടിച്ചു കൊടുക്കാം, ഒന്ന് ചതച്ച് നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് വീടിൻ്റെ ഒക്കെ പുറത്തു കൂടെ ഒക്കെ ഒന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ വീടിൻ്റെ വെളിയിൽ കൂടെ ഒക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ പാമ്പിൻ്റെ ശല്യം വരത്തില്ല കേട്ടോ. പ്രത്യേകിച്ച് ഈ പാമ്പ് ഒക്കെ വരുന്നത് തന്നെ ഈ പല്ലി ശല്യമൊക്കെ പല്ലിനൊക്കെ പിടിക്കാനായിട്ടാണ്. അപ്പം വീടിന് ചുറ്റും തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ചതച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ചെറിയൊരു കുപ്പി ഇതുപോലെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കുക. അല്ലെങ്കിൽ ഇച്ചിരി വലിയ കുപ്പിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ചെറിയ കുപ്പി എടുത്ത് വെച്ചെന്ന് പറയുന്നത് നമുക്ക് ഈ ബാത്റൂമിൻ്റെ അകത്തൊക്കെ വരുന്ന പല്ലിയുടെ ശല്യം മാറാനായിട്ട് ഈ വെള്ളം ഒഴിച്ചത് നമുക്ക് ബാത്റൂമിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ മണ്ണടിച്ച് ബാത്റൂമിലൊന്നും പല്ലി വരത്തില്ല കേട്ടോ. നിങ്ങൾ ബാത്റൂമിലാണോ വെക്കുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു പപ്പടം കുത്തിയിട്ട് കോലെടുത്തിട്ട് ഈ നമ്മുടെ അടപ്പിനകത്ത് ഒരു 2-3 തുള ഇട്ട് വയ്ക്കാം കേട്ടോ. തുള ഇട്ട് വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് അടച്ച് വെച്ചാൽ മതി. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആ വെളുത്തുള്ളി ചതച്ചിട്ടേക്കണതിൻ്റെ മുകളിലേക്ക് ഒരു കുറച്ച് വിനാഗിരി എടുത്ത് വയ്ക്കാം കേട്ടോ. ഈ വിനാഗിരി എടുത്ത് ഒഴിക്കുന്നത് എന്നാണെന്നറിയാം, അപ്പോൾ ഈച്ചയുടെ ശല്യം വരത്തില്ല. അതുമല്ല ഈ പല്ലിയാണെങ്കിലും പാറ്റയ്ക്കൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ഒരു മണം ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഇതിങ്ങനെ ഇത്തിരി വിനാഗിരി നിങ്ങൾ ഇതെടുത്ത് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഇതുപോലെ എടുത്ത് ഒഴിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇത്തിരി വലിയ കുപ്പിയിലൊക്കെയാണ് ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ വീടിൻ്റെ വെളിയിൽ കൂടെ ഒക്കെ തളിച്ചു കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഇതിനകത്തേക്ക് ഒരുപാട് ഒന്നും ഡെറ്റോൾ വേണ്ട കേട്ടോ. ഒരു 3-4 തുള്ളി ഡെറ്റോൾ എടുത്ത് ഒഴിക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ. പാറ്റയൊക്കെ ആണെങ്കിലും പല്ലിക്കൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ഒരു മണം വരുമ്പോൾ ഒരു പ്രത്യേക ഇറിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഇത് വച്ചേക്കുന്നതാണെങ്കിലും ഇത് തളിച്ചേക്കുന്ന ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും അതിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല കേട്ടോ. പ്രത്യേകിച്ച് അടുക്കളയിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ വച്ചിട്ട് ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, പാറ്റയുടെ ആണെങ്കിലും പല്ലിയുടെ ഒക്കെ ആണെങ്കിലും ശല്യം ഉണ്ടാവും. അപ്പം നിങ്ങൾ അടുക്കളയുടെ തിണ്ണയെ കൂടെ ഒക്കെ തളിച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുപ്പി ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്ത് കൊടുത്തിട്ട് നമുക്ക് രാത്രി കാലങ്ങളിലൊക്കെ ഈ അടുപ്പിൻ്റെ തിണ്ണയെക്കൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ തളിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ തിണ്ണയെക്കൂടെയൊക്കെ വരുന്ന രാത്രിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഈച്ചയല്ല ചെറിയ ചെറിയ പാറ്റകളൊക്കെ ഉണ്ടാവില്ലേ, പാറ്റ അതുപോലെ തന്നെ പല്ലിശല്യമൊക്കെ ഉണ്ടെങ്കിൽ അത് വരാതിരിക്കാനൊക്കെയായിട്ട് നല്ലതാണ് ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ലാണ്ട് നമ്മൾ ഈ ടേബിളിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ക്ലാവ് മണം വരത്തില്ല. സാധാരണ നമ്മൾ മീനോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നമ്മളത് ഒരു ക്ലാവ് മണമൊക്കെ ഉണ്ടാകത്തില്ല. അപ്പോൾ അത് മാറാനായിട്ട് ഇതിങ്ങനെ തുടച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ച് അടുക്കളയിലൊക്കെ നിങ്ങൾ തുടച്ചു കൊടുക്കുകയാണെങ്കിലും ഈ അടുപ്പിൻ്റെ അടിയിൽ കൂടെയൊക്കെ വരുന്ന ഈ പാറ്റയുടെയും പല്ലിയുടെ ശല്യങ്ങളും ഒക്കെ പോകും കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. സൈഡ് എഫക്റ്റ് ഇല്ല. കുട്ടികളുള്ളിടത്തിൽ നമുക്ക് കെമിക്കലൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനും തളിച്ചു കൊടുക്കാനൊക്കെ ആയിട്ടും നല്ലൊരു ഇതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു വീഡിയോ വീണ്ടും കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും അമ്മയിലൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് വീഡിയോസിനൊക്കെ ആയിട്ട് ഈ ഒരു പേജ് ഫോളോ ചെയ്തിട്ടൊക്കെയാണെങ്കിൽ ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കില്ല കേട്ടോ.